ഇനി മാലിന്യങ്ങളെക്കുറിച്ചാണ്. മാലിന്യങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നും ഏത് സമയവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാലിന്യ സംസ്കരണം, മാലിന്യം കൃത്യമായി നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പല വിധത്തിൽ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊരു വലിയ വിഭാഗം ഇതിനോടൊക്കെ ഇപ്പോഴും പുറംതിരിച്ച് നിൽക്കുന്ന മട്ടാണ്. അതൊക്കെ അവരുടെ വീട്ടിലേക്ക് മാലിന്യങ്ങൾ വന്ന് കയറുമ്പോഴേ മനസ്സിലാവും. എന്തായാലും ഈ അരോചകമായ മാലിന്യ കാഴ്ചകളിൽ നിന്ന് പക്ഷേ കണ്ണിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ മനോഹരമായ കലാരൂപങ്ങളെ സൃഷ്ടിക്കുന്ന ചിലരിലേക്കാണ് പോകുന്നത്. നമ്മുടെ സമുദ്രത്തിൽ നിന്നും, കാരണം ഈ സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ പുഴകളിൽ നിന്നുമൊക്കെ ചെന്ന് അടിഞ്ഞുകൂടുന്ന എത്രയോ ടൺ കണക്കിന് മാലിന്യമാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കഴിയാവുന്ന നിലയിൽ അത് ശേഖരിക്കുന്നുണ്ട്, സമുദ്രത്തെയെങ്കിലും കുറച്ച് ശുദ്ധിയോടെ നിലനിർത്താൻ. അപ്പോൾ ആ ശേഖരിക്കുന്ന മാലിന്യങ്ങളെയൊക്കെ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന കലാസൃഷ്ടികൾ ഒരുക്കുകയാണ് ചിത്രകാരനായ സൂരജ് എബ്രഹാം. പരിസ്ഥിതി ബോധവൽക്കരണത്തിൻ്റെ പുതിയ മാതൃക തീർക്കുന്ന ഈ വേറിട്ട പ്രദർശനം പ്ലാൻ അറ്റ് എർത്ത് എന്ന സംഘടനയാണ് ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. സമുദ്രങ്ങൾ നേരിടുന്ന പ്ലാസ്റ്റിക് മലിനീകരണമെന്ന വിപത്തിനെതിരെ സർഗാത്മകമായ ഒരു പോരാട്ടം നടത്തുകയാണ് ഓഷ്യൻ ആർട്ടിലൂടെ പ്ലാനറ്റ് എർത്ത് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ ഒരു ചിത്രപ്രദർശനം കണ്ടുവരാം. നമ്മുടെ സമുദ്രങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്നാണ് ശേഖരിക്കുന്നത് പ്ലാനറ്റ് എർത്ത് എന്ന സംഘടന വഴി. അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ, അതിൻ്റെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ലോകപ്രശസ്തനായ ചിത്രകാരൻ വാൻ ഗോഗിൻ്റെയും മറ്റുമൊക്കെ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വളരെ മനോഹരമാക്കി മാറ്റിയ ഒരാളുണ്ട്. നമുക്ക് അയാളെ പരിചയപ്പെടാം. സൂരജ് എബ്രഹാം. എങ്ങനെ ആണ് ഇത്രയും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇത്രയും സമയമെടുത്ത് ഇതൊക്കെ തയ്യാറാക്കിയത്? മാലിന്യം ധാരാളമുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രത്യേക മാലിന്യമുണ്ട്. അതായത് ഉപേക്ഷിച്ച് അലക്ഷ്യമായിട്ട് കളയുന്ന വലകൾ, പഴയ വലകളും കയറുകളൊക്കെ കെട്ടുപണിഞ്ഞ് അതിനകത്ത് നമ്മുടെ ഡോൾഫിൻ, ആമ കുടുങ്ങി ചാകുന്നൊരു പതിവ് ലോകത്തെങ്ങും ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ അവിടുത്തെ നല്ലവരായ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ഒപ്പം ചേർന്ന് കടലിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, DROP, ഡ്രൈവ് ടു റിക്കവർ ഓഷ്യൻ പ്ലാസ്റ്റിക്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ആദ്യം കടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് എടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഈ വലകൾ കയറി വന്നു. പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറിയാം അത് കുറേയൊക്കെ. പക്ഷേ ഈ വലകൾ റീസൈക്കിൾ ചെയ്യാൻ വലിയ പാടാണ്. ഒരു വലിയ സന്ദേശം ലോകത്തിന് കൊടുക്കാനായിട്ടൊരു പ്ലാനറ്റ് ആർട്ടിലേക്ക് നീങ്ങി. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തേക്കുന്ന കുറേ സ്ത്രീകളുണ്ട്, വളരെ ക്ഷമയുള്ള സ്ത്രീകളാണ് അവർ ഇത് ഒരു ക്യാൻവാസിൽ ഒട്ടിച്ച് രൂപപ്പെടുത്തി എടുക്കും. ഫൈനൽ പെയിൻറ്റിങ് ഞാനാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓരോ പെയിൻറ്റിങ് എടുക്കണമെങ്കിൽ ചിലതൊക്കെ 100% ഈ വലകളും കയറുകളുടെ കഷ്ണങ്ങളാണ്. ചിലതൊക്കെ കുറച്ച് ഫാബ്രിക്, തുണി വേസ്റ്റ് കയറുന്നുണ്ട്. കാരണം നമ്മൾ കടലിൻ്റെ തീരത്തുള്ള സ്കൂളുകൾ വഴി നമ്മൾ പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വസ്ത്രങ്ങളും പലതും ഇപ്പോൾ പോളിയസ്റ്ററും സിന്തറ്റിക്കൊക്കെയാണ്. അതും ഉപയോഗം കഴിഞ്ഞാൽ ആൾക്കാർ കടലിലേക്ക് തന്നെ കളയണം. അതും സെയിം ദോഷമുണ്ട്. അപ്പോൾ ഈ വസ്ത്രങ്ങൾ എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് കുറേയൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്നത്. ഈ കാണുന്ന മാലിന്യങ്ങളെയൊക്കെ ഇത്രയും മനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റാം എന്ന ഒരു തോന്നൽ എവിടെ നിന്നാണ് തുടങ്ങി? ഒരു കലാരൂപം കണ്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ പറ്റുക, അതാണ് ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ആർട്ട് വഴി ഒരു മെസ്സേജ് കൊടുക്കുക. Inspired and colourful, and the story behind it, why you're doing this, is very noble, and I think that you should share this with more people. It's fantastic. It's amazing what's been done here with regards to the netting, any sort of debris from the ocean, which you often found. And I love the fact that the fishermen get paid for any of the materials they bring in. It's awesome. കലയെ ആയുധമാക്കിക്കൊണ്ട് സമൂഹത്തിന് മുന്നിൽ വലിയൊരു സന്ദേശമാണ് ഈ പ്ലാനറ്റ് എർത്ത് എന്ന ഈ സംഘടന വഴി സൂരജ് എബ്രഹാമും കൂട്ടരും പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് കൂടുതൽ പേർക്ക് ഊർജ്ജമാകട്ടെ, ഈ കടലിനെ സംരക്ഷിക്കാനുള്ള പുതിയ കരുത്ത് അതിന് ഉണ്ടാകട്ടെ. വിജേഷ് മുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമ്മുടെ ഈ ഭൂമിയെ സുന്ദരമാക്കി നിലനിർത്താൻ പലവിധ ശ്രമങ്ങളാണ്. അതിൽ കലാകാരൻ്റെ ഒരു
കർമ്മം അദ്ദേഹം നിർവഹിക്കുകയാണ് അദ്ദേഹത്തിനാവുന്ന നിലയിൽ. അപ്പോൾ പരമാവധി ഇപ്പോൾ ഈ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ വലയൊക്കെ കുടുങ്ങി എത്രയോ കടൽ ജീവികൾ കൊല്ലപ്പെടുന്നതും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാകുന്നതും ഒക്കെ നമ്മൾ വാർത്തകളായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ തന്നെ അവയെ രക്ഷിക്കുന്നതും ഒക്കെ വാർത്തകളായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മറികടക്കാനുള്ളൊരു ശ്രമം അങ്ങനെ ആവരുത് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത്. ശ്യാമേ, വളരെ ക്ഷമാപൂർവ്വം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അല്ലേ, ക്ഷമയോട് കൂടിയിട്ടാണ് അദ്ദേഹം പരിശീലനം നൽകിയിട്ടുള്ള സ്ത്രീകൾ അത് ക്യാൻവാസിലേക്ക് ഒട്ടിക്കുന്നതെന്നാണ്. അപ്പോൾ അത്ര ശ്രദ്ധയോടെ ക്ഷമയോടെ ചെയ്യുന്നതാണ്. അതിൻ്റേതായ ഭംഗിയും സൗന്ദര്യവും സന്ദേശവും ഒക്കെ ആ ചിത്രങ്ങൾ കൊണ്ടുതരാം. ഒരു ആർട്ട് ഫോമിലൂടെ സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്ന സന്ദേശത്തിന് അതിന് വലിയ വില തന്നെയുണ്ട്. കാരണം അത് സമൂഹം കാണുന്ന രീതി, അതിനെ പരിഗണിക്കുന്ന രീതി അതൊക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമായ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചാണ് ഓഷ്യൻ ആർട്ട് എന്ന ആ ഒരു സാധ്യത കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് വലിയൊരു സന്ദേശം സൂരജ് എബ്രഹാം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പിന്തുണ നൽകിക്കൊണ്ട് പ്ലാനറ്റ് എർത്ത് എന്ന സംഘടന കൂടി ഉണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഫോർട്ട് കൊച്ചിയിൽ നമുക്കറിയാം ബിനാലെ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് സൂരജ് എബ്രഹാം തൻ്റെ ഇത്തരത്തിലുള്ളൊരു സർഗശേഷി അല്ലെങ്കിൽ തൻ്റെ കലാപരമായ ഒരു സൃഷ്ടി ഈ പ്ലാനറ്റ് എർത്ത് എന്ന സംഘടനയുമായി സംയോജിച്ചുകൊണ്ട് അവിടെ ഒരു പ്രദർശനത്തിന് തൻ്റെ ഈ കലാവൈഭവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ചിത്ര പ്രദർശനത്തിന് വേണ്ടി തയ്യാറാക്കിയ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അത് നമ്മൾ തന്നെ ഈ സമുദ്രങ്ങളിലേക്കും മറ്റുമൊക്കെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, അതോടൊപ്പം തന്നെ സമുദ്രങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള വലകൾ, അങ്ങനെ അവയെല്ലാം ഈ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി ശേഖരിക്കുന്നു. പ്ലാനറ്റ് എർത്ത് എന്ന സംഘടനയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായിട്ട് സഞ്ചികൾ നൽകിയിട്ട് ആ സഞ്ചികളിൽ അവർ മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരുമ്പോൾ കടലിൽ നിന്നുള്ള മാലിന്യങ്ങളും കൂടി കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് മാറിയത്. ആദ്യഘട്ടത്തിൽ ഇത് പൈസ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പണം വാങ്ങാതെ പോലും പലരും ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ തിരികെ ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. കാരണം അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്ന ഒരു ബോധ്യം അവർക്കും ഉണ്ടായി. അങ്ങനെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ ഈ ഒരു സന്ദേശം പകർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഉദ്യമത്തിന് തുടക്കമിട്ടത്. നിലവിൽ വലിയ പ്രതികരണങ്ങൾ തന്നെയാണ്. കൂടുതലും വിദേശികളടക്കമുള്ള ആളുകളാണ് അവിടെ എത്തുന്നതും അവിടെ എത്തി ആ സന്ദർശനത്തിന് ശേഷം അവിടെയുള്ള ആ റിവ്യൂ ബുക്കിൽ തങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു എഫേർട്ട് നമ്മൾ കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ തുടക്കമിട്ടതിൽ പോലും വിദേശികൾ പോലും അതിശയിക്കുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ആ ചിത്രങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ആ ചിത്രങ്ങൾക്ക് എന്ത് ഭംഗിയാണ്. ഓരോ ചിത്രങ്ങളും നമുക്ക് നല്ല മിഴിവുറ്റ ചിത്രങ്ങൾ, വാൻഗോഗിൻ്റെ ചിത്രങ്ങൾ, ലോകപ്രശസ്ത ചിത്രകാരനായിട്ടുള്ള വാൻഗോഗിൻ്റെ അടക്കമുള്ള ചിത്രങ്ങൾക്കാണ് കൂടുതൽ ഭംഗി നൽകിക്കൊണ്ട് സൂരജ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മാസം ഉൾപ്പെടെ ആ ചിത്ര പ്രദർശനം ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഏവർക്കും അവിടെ എത്തി ആ ചിത്ര പ്രദർശനം കണ്ടു മടങ്ങാം.